ഇപ്പത്തെ ഉസ്താദ്മാരെന്ത് സമാ പടിപാട്ടില്ല മക്കൾക്ക്. ഞങ്ങൾക്ക് മുന്നോള്ള ഉസ്താദ്മാർ എന്ത് ചന്ത പടിപാട്ടിറാറ്, എന്ത് ചന്തത്തിൽ ഞങ്ങൾ ഖുർആൻ ഓതിയോണ്ടുള്ള, എന്ത് ചന്തത്തിൽ ഞങ്ങൾ കിതാബ് ഓതിയോണ്ടുള്ള. ബട്ട് ഇപ്പത്തെ മക്കൾക്ക് ഒരു അക്ഷര പോലും സമത്തിൽ തെരഞ്ഞോണ്ടില്ലല്ലേ. ഉസ്താദ്മാർ പടിപാട്ടില്ലേ? ഓക്കെ, ജമാഅത്തങ്ങളുടെ ചോദ്യം ഉസ്താദ്മാരെ ഞങ്ങൾ ಬೇರೆ ಬರಬೇಟ್ಯಾ, ഉസ്താദ്മാരമേ ഞങ്ങൾ ചേഞ്ച് ആക്കಬೇಟ್ಯಾ? ആയെങ്കും മക്ക സമത്തിൽ പഠിച്ചോണ്ടില്ല. എന്തിന് ഇതിന്റെ ബാക്കിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തിനുണ്ട് ഇതില്? എന്ത് ഈ മക്ക പഠിച്ചോണ്ടില്ല? ഇപ്പത്തെ ജനറേഷന്റെ മക്ക എന്ത് പഠിക്കില്ല? അല്ല ഉസ്താദ്മാർ പടിപാട്ടില്ലമ്മ. ഇതേ ഉസ്താദർ മേൽ മാത്രം എന്തിനാ ആൾമാർ നോക്കിയോല്ലേ? ഉസ്താദ് പടിപാട്ടില്ല, പടിപാട്ടില്ല, പടിപാട്ടില്ല. റിയാലിറ്റി വിഷയം എന്തിനാ ഞാൻ ചൊല്ലട്ട. മുന്നോളൂ നിങ്ങ പഠിക്കുമ്പോ കൊറിയ പേരൻസ്മാരെ നല്ലൊരു സ്വന്തം ഇന്നാർ എന്തിനു വന്നിട്ട അത് ഉസ്താദ് ഞങ്ങ ചെറിയിക്കുമ്പോ ഞങ്ങൾ ഉസ്താദ് കണ്ടെങ്കിൽ ഞങ്ങ പേടിച്ച് ഓടിയോണ്ടിന്ന്. ഉസ്താദ് അഞ്ഞത്തെ പറയുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഓടി തയ്ത്ത് ക്ലാസ്സിലൊക്കെ ദയിച്ച് തയ്ത്ത് അത്രക്കും പേടി. കാരണം എന്ത്? ഉസ്താദിന്റെ കയ്യിൽ ഇത്ര പേര് ബെത്ത, അത് കാണുമ്പോമേ പേടിയോറും. ഇപ്പത്തെ മക്ക ഉസ്താദിന് പേടിக்கிறമേ ഇല്ലാണ്ട് ഉസ്താദ്മാർ തലർമേലെ ഇക്രാർ മക്ക ക്ലാസ്സിലുള്ള. ഇതുകെല്ലാം കാരണം എന്തിനെ പിടിയുണ്ട് നിങ്ങനെ പേരൻസ്മാരെ ಬೇರಾರು ಉಸ್ತಾದ್ಮಾರು ಬಡಿ ಬಿಡಿಕೋಗುತ್ತೀರ. ಕೊರೆ ಮೊತ್ತ ಕಮಿಟ್ರಂಗಲ್ ರೂಲ್ಸ್ ಅದು ಎಂದ್ರೆ ಉಸ್ತಾದ್ಮಾರು ಬಡಿ ತೊಡಗುತ್ತೀರ ಪಡಿಪಾಟು ಅತ್ತರಂ ಬಡಿ ಪಿಡ್ಚ ಸಾಧು ಪರ್ತು ಆ ಮದ್ರಸದ ಪರ್ತು ಗಿಟ್ಟು ಬೇರೆ ಉಸ್ತಾದ್ಮಾರೆ ಬಿಲ್ಪಾಟು. ഇങ്ങനെ ഉസ്താദ്മാരമേ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും. മക്കെന്തു ചേഞ്ച് ആവില്ല. ഇവിടെ ഇതല്ലേ മക്ക ചേഞ്ച് ആവണ ഉസ്താദിന്റെ കയ്യിൽ ഒരു ബെത്ത എങ്ക് വേണം. ഇപ്പത്തെ ജനറേഷൻ അങ്ങനത്തെ ജനറേഷൻ എന്റെ മീനിങ്ങനെ മൂന്നോള് നല്ല ജനറേഷൻ ಇಂತ ആയെങ്കും ഉസ്താദിന്റെ കയ്യിൽ ബെത്ത ಇಂತ. അപ്പൊ ഇണ്ട് ಬೇಂಡಂಟಲ್ಲ നിങ്ങൾ ചൊല്ലേ. അപ്പൊ മക്കളെ തെരു എവിടെ ಗೆತ್ತು നിങ്ങമേ ചൊല്ലു. വെറുതെ ഉസ്താദ്മാർ സമച്ചുല് ചോര പണ്ടോടത്തുള്ള അടിക്കൊണ്ടുണ്ട് നാ ചൊല്ലുടെ അല്ല ഇതിനർത്ഥ. ആയെങ്കും ഒരു പേടിക്ക് ചെറിയൊരു ബെത്ത നബിസല്ലല്ലാഹു തങ്ങമേ ചൊന്നൂರು. മക്കളുടെ നിങ്ങൾ എന്തിനാ ಹೋಗೋರು ನಿಸ್ಕರಿಕೋಗಿ 7 ವರ್ಷ ಮದುವೆ ನಿಸ್ಕರಿಕೋಗು നിങ്ങൾ ചൊല്ലೋರು. 10 ವರ್ಷ അടിക്കുക തുടങ്ങും. മക്ക നിസ്കരിച്ചില്ലാണ്ടായി എന്തുകൊണ്ട് അടിക്കുക ചൊന്നത്? ബുദ്ധി അയത്തും ബുദ്ധി ആയോണ്ട് ബന്ധും നിസ്കരിക്കില്ലല്ലേ. ഈ ചൊന്നബല കേൾക്കാത്തേക്ക് മാത്രം അല്ലാണ്ട് വേണോണ്ട് അടിക്കുക എവിടെ ഞങ്ങളുടെ എവിടെ ചൊന്തില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദന്മാർ അടിക്കില്ലാണ്ടല്ല. ബട്ട് അങ്ങ് പഠിച്ചത് ഉഷാറാവുക വേനത്ത് മാത്രം അടിക്കരുത്. ഇവിടെ ഇതല്ലേ. അപ്പൊ ഉസ്താദന്മാരെ ചേഞ്ച് ആക്കിയ കാട്ടി ഇതിൽ ചെറിയ ചെറിയ റൂൾസ് എല്ലാം ചേഞ്ച് ആക്കിയ പറയൂല. മക്ക നല്ല ഊടാറ്, മക്ക ചൊന്നബല കേൾക്കാറ്, ഉമ്മ അബ്ബകും ഫലത്തിൽ കിട്ടാറ് അർത്ഥതല്ലേ. അപ്പൊ എപ്പോഴും ഉസ്താദിന്റെ മേലേ ഒരു കണ്ണ് അത് പൊട്ടു റൂൾസിന്റെ മേലെ ചെറിയൊരു കണ്ണുക മാറും. അപ്പൊ എന്തിനോടും ഓട്ടോമാറ്റിക്കലി മക്കം ചേഞ്ച് ആവും. അതായത് പഠിപ്പും മക്കൾക്ക് കിട്ടും ഉസ്താദ് മേലുള്ള പേടി കൊണ്ടു. കാരണം ഉസ്താദിന്റെ കയ്യിൽ ഒരു ബെത്തം ഉണ്ടല്ലേ. ഇപ്പൊ ബെത്തില്ലാണ്ടാകുമ്പോൾ ഉസ്താദിന്റെ പേടിയായില്ല. എത്ര വേണമെങ്കിൽ രജാക്ക. കാരണം ഉസ്താദ് അടിക്കില്ല. തെല്ല് കേക്ക് ഗോജാക്കർ അടിച്ച സാധക ഔത്തരങ്ങ വേണ്ടാർ കേൾക്കും. ആ ഒരു ധൈര്യം മക്ക കൊണ്ടിരുന്നു. ഉസ്താദ്മാർ ചെറുങ്ങനെ ഇങ്ങനെ അടിച്ച സാധക ನಾವು ಅಡಿಚೋಳು ನಾನು ಹಬ್ಬ ಅಡಿಚೋಳು ಅಂಡ್ ಉಸ್ತಾದ ಮರಮೇ ಪೇಡಿ ಬಾಟು ಸಿಚುವೇಶನ್ ಅಂತ ಎತ್ತಿರು. പിന്നെ എങ്ങനെ മക്ക ഉഷാറാവും. അതുകൊണ്ട് റൂൾസ് ചെറുങ്ങനെ ചേഞ്ച് ആക്കി നോക്കൂ, ഉസ്താദിനെ ചേഞ്ച് ആക്കാൻ കാട്ടി.